ഇത് ആര്യൻ ടൂർ പോയ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ആര്യൻ ടൂർ പോയത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാൻ ആര്യനെ കൊണ്ടാക്കി വന്നതിൻ്റെ ശേഷം എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. ആര്യനെ ഞാൻ കാലത്ത് 7:30 സ്കൂളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർ 7:30 എത്തിക്കണം, 7:30 7:45 ഇടയിൽ എത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് സ്കൂളിൽ നിന്ന് എല്ലാം റെഡി ആയിട്ട് പോകുമ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചിക്കൻ എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കറി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന വഴിക്ക് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ഇട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ നന്നായി പോവും. ഞാൻ പോയി വരുമ്പോഴും സിയമോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. സിയമോളുടെ അടുത്ത് ഞാൻ അമ്മേനെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വരുമ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയുടെ കൂടെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നെയ്ച്ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കിതാ കരിയാമ്പൂ, പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് സവാള അരിഞ്ഞതിൻ്റെ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്കുള്ള സവാള വാടി വരുമ്പോഴേക്കും ഞാൻ തക്കാളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഈ ചോപ്പറിൽ ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാൻ. നന്നായി നൈസായിട്ട് അരിഞ്ഞ് കിട്ടും ചെയ്യും. അപ്പോൾ പെട്ടെന്നെല്ലാം വാടി കിട്ടും. അരി കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഊറ്റിയിട്ട് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇടുകയാണ്. അരി ഞാൻ ആദ്യമൊന്നും വറുത്തിട്ട് ഇടണം എന്നാട്ടോ വിചാരിച്ചിരുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് വറുത്തിട്ട് ഇടണം എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ലല്ലോ. പക്ഷേ ഞാൻ എന്തോ മറന്നുപോയി ആ കാര്യമൊക്കെ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, വിചാരിച്ച പോലെയൊന്നും ആവില്ല ചെയ്തു വരുമ്പോഴേക്കൊക്കെ തല തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഇപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് എന്ന് വെച്ചാൽ ആ അരിട്ടതിൻ്റെ ശേഷമാണ് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും ഗരം മസാലയും എല്ലാം ഇട്ടതിൻ്റെ ശേഷം നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറിയപ്പോൾ തക്കാളി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പാപ്പുണ്ടാക്കിയിട്ട് തരാട്ടാ. ഐസ്ക്രീം ഇല്ലല്ലോ, അമ്മ വാങ്ങ ഐസ്ക്രീം കേട്ടാ. ഉണ്ടോ സിയമോള് ബിസ്ക്കറ്റായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് പോയ പോലെ തന്നെ ഇങ്ങോട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തിരിച്ചു വരും. തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ചിക്കൻ ഇടുകയാണ് കേട്ടോ. ചിക്കൻ ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വറുക്കാനും വെക്കുന്നുണ്ട്, ബാക്കി കുറച്ച് കറി വെക്കാനും വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കറി വെക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നെയ്ച്ചോറിൻ്റെ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നെ തീ ഞാൻ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. തുറന്നു നോക്കിയപ്പോൾ അത് അത്യാവശ്യം വേവായിട്ടുണ്ട്. ഇനിയും ചൂട് തട്ടിയിട്ട് വേവണ്ടാച്ചിട്ട് ഞാൻ ആ അടുപ്പം വന്ന് അപ്പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും കറക്റ്റ് വേവിലാണ് കിട്ടിയിട്ടുള്ളത്. ചിക്കൻ ഞാൻ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങി വരുമല്ലോ. എന്നിട്ട് ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുള്ളൂ. കൊറേ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, പറയണ്ട. ചിക്കൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചപ്പോൾ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങേക്ക് കുറച്ചും കൂടി കറിയായിട്ട് വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്നുള്ള സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഓർമ്മ വന്നപ്പോൾ കറിവേപ്പില എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള കരച്ചിലൊക്കെ കഴിഞ്ഞ് അവസാനം ബിസ്ക്കറ്റൊന്നും കഴിക്കാതെ എനിക്ക് തന്നെ കൊടുന്നു തന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അതേ പൊരി വേണമെന്ന് പറഞ്ഞിട്ട് പൊരി ഞാൻ എടുത്തു കൊടുത്തിരിക്കുകയാണ്. ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വറുക്കാനുള്ളതിലേക്ക് ഞാൻ മസാലയൊക്കെ ചേർത്തിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ.
വറുക്കാനുള്ളതിൽ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കോൺഫ്ലോർ, കുറച്ച് തൈര്, ഉപ്പ് അതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കുന്നത്. ഇനി അപ്പോൾ ഇത് വൈകുന്നേരം ഉണ്ടാക്കുള്ളൂ, ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നില്ല. സിയമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും, എന്നിട്ട് പിന്നെ വൈകുന്നേരം എടുത്തിട്ട് വർക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇതാ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടെടുത്തു, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാ. പിന്നെ അധികം പാത്രം കഴുകാനൊന്നും ഉണ്ടാവില്ല, ഞാൻ അപ്പം തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കും. പിന്നെ അത് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. കാലത്ത് ഒരു പ്രാവശ്യം അടിച്ചോറിൽ കഴിഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ വീണ്ടും സിയമോള് ബിസ്ക്കറ്റും പൊരിയൊക്കെ കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടേക്ക് ആകെ പൊരി ഇതൊക്കെ പരത്തിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയൊക്കെയാണ്. സിയമോള് അത് അവിടെ കിടന്നിട്ട് ഇപ്പോൾ ടി വി കാണുകയാണ്. ഞാൻ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. സിയമോൾക്ക് കൊടുക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് വേണ്ടാന്ന്. ഇനി ഞാൻ എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് കൊടുക്കുള്ളൂ.